ഹലോ എവ്രി വൺ. ഇന്ന് കടച്ചക്ക വെച്ചിട്ട് മസാലക്കറിയും തോരനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ച ഊണിന്. ഇതപ്പോൾ ഒരു കടച്ചക്ക മേടിച്ചതും പിന്നെ പയർ അത് വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. കടച്ചക്ക വൃത്തി കഴുകി ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പയറും കട്ട് ചെയ്തു. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. കടുക് ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം വറ്റൽമുളകും കരിവേപ്പിലയും ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു 10-15 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും ഒരു ചെറിയ സൈസ് സവാളയാണ്, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയ്ക്കൊന്ന് ആയി വരുമ്പോൾ തേങ്ങാക്കൊത്ത് 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മസാലക്കറി കഴിക്കുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതെന്താ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാളികേരം 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളിയും 1 ചെറിയ ഉള്ളിയും അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കടച്ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിച്ച് തുടങ്ങാം. അവിടെ നമ്മുടെ തേങ്ങ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. സൈഡ് ബൈ സൈഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കടച്ചക്ക വേവട്ടെ. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, പിന്നെ ഒരു 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും നമ്മുടെ ഈ പൊടികളിലേക്ക് ഒരു പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഫൈനലി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ആറിയ ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചു, ചുവന്ന മുളക്, കരിവേപ്പില, പിന്നെ ഒരു സവാള, 2 പച്ചമുളക് വഴറ്റിയെടുക്കുകയാണ്. ഇതിപ്പോൾ തോരന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത ശേഷം അടച്ച് വേവിക്കാം. അധികം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് വെന്ത് വരുന്ന കടച്ചക്കയാണ്. അപ്പോൾ പയർ എന്തായാലും കടച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പയർ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല. അത് ഇപ്പോൾ ഒരു ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ചു മസാലക്കറിയും തോരനും തന്നെ മതിയെന്ന്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇവിടെ നന്നായിട്ട് നമ്മുടെ മസാല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാണ് നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സി പാത്രവും കഴുകി ആ വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൽ തന്നെ കടന്ന് നന്നായിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ. നമ്മുടെ കടച്ചക്കയ്ക്ക് വെന്തിട്ടുണ്ട്. തോരൻ ഇപ്പോൾ ഞാനൊരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ തോരനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ കടച്ചക്ക മസാലക്കറിയും റെഡി ആയിട്ടുണ്ട്, തോരനും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമായി. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിപ്പോൾ കടച്ചക്ക കിട്ടുന്ന സമയമാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.